ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ശക്തമായ ക്രിസ്തീയ മുന്നേറ്റങ്ങൾക്ക് വഴിത്തിരിവാകുകയും അതിൽ തന്നെ നാം പാർക്കുന്ന ഈ നോട്ടിംഗ്ഹാം എന്ന പട്ടണത്തിൽ 1700-കളിൽ ഹന്നാബോൾ എന്ന വ്യക്തിയാൽ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിന്റെ പ്രാരംഭകാല സൺഡേ സ്കൂളിന് തുടക്കം കുറിച്ച് 10,000-കണക്കിന് യുവാക്കന്മാർക്ക് ക്രിസ്തുവിലുള്ള നിത്യരക്ഷയ്ക്കും അതുമൂലമുള്ള സമാധാനത്തിനും സന്തോഷത്തിലും നിലനിന്ന് ക്രൈസ്തവതയുടെ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി തൽഫലമായി അന്ന് നിലനിന്നിരുന്ന ക്രൈം റേറ്റ് ക്രമാതീതമായി കുറഞ്ഞ് തങ്ങളിൽ പകരപ്പെട്ട സുവിശേഷത്തിന്റെ ഉണർവ് മറ്റു രാജ്യങ്ങളിലേക്കും പകരുവാനിടയായിത്തീർന്ന സൺഡേ സ്കൂൾ എന്ന മഹാസംവിധാനത്തിന് ഈ പുതുതലമുറയിൽ നേരിട്ടിരിക്കുന്ന ഒരു അപജയത്തെ തുറന്നുകാട്ടുവാൻ ഗിൽഗാൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയിലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് നടത്തുന്ന ഒരു ശ്രമം തുടർന്ന് ശ്രദ്ധിച്ചാലും. എന്തൊരു തണുപ്പ് കർത്താവേ. സമയം 8:30 ഇതുവരെ ഈ അമ്മയും മോളും എണീറ്റില്ല. ഇന്ന് സൺഡേ ആണെന്ന് ഒരു ബോധ്യമില്ല. ഇന്നാണെങ്കിൽ ചർച്ചിൽ പോകേണ്ടതാ, സൺഡേ സ്കൂളും ഉണ്ട് അവൾക്ക്. സൂസി, എടി സൂസി, എഴുക്ക്, സമയായി. മോളെ എഴുക്ക്, വേഗവാ. ഇന്നെങ്കിൽ സൺഡേ ചർച്ചിൽ പോയില്ലെങ്കിൽ പാസ്റ്റർ എന്ത് വിചാരിക്കും? ചർച്ചിൽ ഒരു കൂട്ടം കാര്യങ്ങളുള്ളതാ, ബ്രദേഴ്സ് മീറ്റിംഗ് ഉണ്ട്, ഒന്നിനും പോകാൻ പറ്റുന്നില്ല. എന്തോ അച്ഛയാ, രാവിലെ തുടങ്ങി. ഇന്ന് സൺഡേ ആണെന്ന് അറിയത്തില്ലേ? ഇന്നെങ്കിലും കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? അച്ഛയ, ഇത് കണ്ടോ എൻ്റെ പുതിയ ഫ്രണ്ടിൻ്റെ പുതിയ വീഡിയോ? നല്ല രസമല്ലേ? നീ ഇതും കണ്ടുകൊണ്ടിരിക്കാതെ കാപ്പി എന്തെങ്കിലും എടുക്കാൻ നോക്ക്. കാപ്പിയോ? അച്ഛയ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ രണ്ടുപേരും ഈ രാജ്യത്തിൽ ഒരുപോലെ കഷ്ടപ്പെടുന്നവരാ. ഇപ്പം അച്ഛനൊരു ചായ ഇട്ടെന്ന് പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടെ സുഖിക്കാമെന്ന് വന്നതാ. ഇവിടെ വന്നിട്ട് ചായയും കിട്ടുന്നില്ല, കാപ്പിയും കിട്ടുന്നില്ല. നാട്ടിലാണെങ്കിൽ ഒരു ചൂടായി കാപ്പിയെങ്കിലും കിട്ടിയാന്. എന്നാൽ ഞാൻ തന്നെ പോയി ഇടാം. അച്ഛയ, എന്തായാലും ചായ ഇടാൻ പോവല്ലേ? എന്നാ എനിക്കും കൂടെ വരണം. എന്നാൽ അങ്ങനെ കുടിക്കണ്ട, നമ്മളെ പോകുന്ന വഴിക്ക് ഒരു ചായയും കാപ്പി കുടിച്ചേക്കാം. എന്നാ ശരി. നീ ഫോണും കുത്തിക്കൊണ്ടിരിക്കാതെ മോളെ വിളിക്കാൻ നോക്ക്, സൺഡേ സ്കൂളുള്ളതാ. അലീന മോളെ, എണീറ്റ് വന്നേ. വന്നിരുന്ന് വല്ലതും പഠിക്കാൻ നോക്ക്. അയ്യോ മമ്മി, ഡാഡിയുടെ പ്രൊഫൈൽ പിക്ചറിന് എത്ര ലൈക്കാ കിട്ടിയേക്കെന്ന് നോക്കിയേ. ഓ, ലൈക്സ്. മോളെ ആ ഫോൺ അവിടെ വച്ചിട്ട് നീ പഠിക്കാൻ നോക്ക് എന്തെങ്കിലും. ശരിയാ മോളെ, നിന്റെ GCSE എക്സാം വരുന്ന. നല്ല സ്കോർ മേടിച്ചില്ലെങ്കിലേ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോകാൻ പറ്റത്തില്ല. അതുമല്ലാതെ ആൾക്കാരൊക്കെ തിരക്കി വരും. അവരുടെ മുന്നിൽ എന്നെ തല കുനിപ്പിക്കല്ലേ. മമ്മി, GCSE നെക്സ്റ്റ് വീക്ക് അല്ലേ? എനിക്കിന്ന് സൺഡേ സ്കൂൾ എക്സാം ഉണ്ട്, അത് വല്ലതും പഠിക്കണ്ടേ ഞാൻ? സൺഡേ സ്കൂൾ എക്സാം അല്ലേ? അത് നീ ഉള്ളത് പഠിച്ചാൽ മതി. അതിന് ഞാൻ സൺഡേ സ്കൂളിൽ അങ്ങനെ പോയിട്ടില്ലല്ലോ. നിങ്ങൾ എന്നെ സമയത്ത് കൊണ്ടുപോകാറുമില്ല. അതുകൊണ്ട് ഞാൻ ഒത്തിരി ലേറ്റ് ആയിട്ടല്ലേ ചെല്ലുന്നേ. അതിന് ഇപ്പോഴാണോ ഞാൻ ഉത്തരം പറയേണ്ടത്? നിനക്ക് എന്തുണ്ടോ അത് പഠിച്ചാൽ മതി. എനിക്കൊന്നും അറിയത്തില്ല മമ്മി. മമ്മി എന്നെ ഒന്ന് പഠിപ്പിക്കുവോ? അല്ല ഞാൻ പറയുന്നൊന്ന് റിപ്പീറ്റ് ചെയ്താലും മതി. ആര്, ഞാനോ? നീ ഡാഡിയോട് ചോദിക്ക്. അപ്പന്മാരാ വീട്ടിൻ്റെ പുരോഹിതൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണോ? ആരാ പറഞ്ഞത് അങ്ങനെ? അത് ഇന്നാൾ കണ്ട ഒരു യൂട്യൂബ് വീഡിയോയിൽ പറഞ്ഞതാ. ആണോ? എന്നാ മോളെ നീ പഠിക്ക്, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം. മമ്മി, ഈ വിദ്വാൻമാർ യേശുവിന് കാഴ്ചകൾ കൊണ്ടുവന്ന് പറയുന്നില്ലേ? എന്താ മമ്മി കാഴ്ചകള്? കാഴ്ചകൾ അതിനെന്താ നിനക്ക് പറഞ്ഞു തരേണ്ടേ? ലാസ്റ്റ് വീക്ക് നമ്മുടെ ഒരു ആന്റിയുടെ കുഞ്ഞിനെ കാണാൻ പോയല്ലോ. അപ്പൊ കുറെ ഗിഫ്റ്റ്സ് മേടിച്ചിട്ട് പോയല്ലോ. അതാ കാഴ്ചകൾ. ഓ, അതാണോ? ഞാൻ ഓർക്കുന്നുണ്ട് മമ്മി. ഡാഡി, യേശു ജനിച്ചത് എവിടാ? മോളെ അത് സിറിയാണെന്ന് തോന്നുന്നു. നീ ഒരു കാര്യം ചെയ്യ്, ഗൂഗിൾ ഒന്ന് ഇട്ട് നോക്കിയേ. അച്ഛയ, അതാണ് ഈ സിറിയാനി ക്രിസ്ത്യാനി എന്ന് പറയുന്നല്ലേ? ആയിരിക്കാം. അതന്നെ. മമ്മി, യേശു സ്നാനപ്പെടുത്തിയതാരാ യേശുവിനെ? അത് യൂതയല്ല, പുള്ളി ഒരു ഉഡായിപ്പുകാരനായിരുന്നു. നീ യൂതയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. പുള്ളി നല്ലൊരു വ്യക്തിയായിരുന്നു. ആണ്. കെട്ടിത്തൂങ്ങി ചാവുന്ന മുമ്പ് പുള്ളി നല്ലൊരു ലേഖനം എഴുതിട്ടാ ചത്തത്. ബൈബിളിലെല്ലാം അറിയല്ലേ? പിന്നെ പക്ഷെ മോളെ, അത് യൂതയായിരിക്കാൻ വകയില്ല. യൂതയെക്കാളിലും കൂടുതൽ ലേഖനം
ഡാഡി, യേശു സ്നാനപ്പെട്ട നദി ഏതാ? മോളെ അത് നൈലാണെന്ന് തോന്നുന്നു മോളെ. ആ, അവിടെ നമ്മുടെ മോശയുടെ പുത്രി കുളിക്കാൻ വന്നേ. അയ്യോ അല്ല, പറവോന്റെ പുത്രി. ആണോ? ഓക്കെ. അയ്യോ സമയം പോകുന്നു. ഡാഡിയാണോ മമ്മിയാണോ എന്നെ കൊണ്ടുവിടുന്നേന്ന്? മോളെ എനിക്ക് കുറച്ച് ജോലിയുള്ളതാ, നീ മമ്മിയുടെ അടുത്ത് പറ. അയ്യോ മോളെ, എനിക്കും ഒത്തിരി പണി കിടക്കുവാ. നീയാണെങ്കിലേ ആ ജസ്റ്റി ആൻറ്റിയോ ഷാൻറ്റി ആൻറ്റിയോ വിളിക്ക്, അവരാണെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോളും. എന്നാ ഞാൻ ജസ്റ്റ് ആൻറ്റി വിളിക്കട്ടെ? വിളിക്ക്. ഹലോ, ആ ജസ്റ്റ് ആൻറ്റി, ആൻറ്റി വരുമ്പോൾ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോവോ ഇതുവഴി വന്ന്? ആ ഓക്കെ ആൻറ്റി, ശരി. വരുമോ? ആ വരും. ഓക്കെ, എന്നാ ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ, നന്നായിട്ട് ചെയ്യണേ. ഓക്കെ അമ്മി. മോളെ എന്തായാലും സൺഡേ സ്കൂൾ എക്സാം പോകുന്നതല്ലേ, നീ ഒന്ന് ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് പോ. ഓ തുടങ്ങി. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. അയ്യോ എന്താ പറ്റി മോളെ? എൻ്റെ ഫോൺ ഡെഡായി. ആണോ? എന്നാ അമ്മയുടെ അടുത്ത് പറ. മമ്മി ഒന്ന് വായിച്ചു തരുമോ? ഓ, അത് സങ്കീർത്തനമാണോ? അച്ഛാ, ഈ സങ്കീർത്തനം യെശയ്യാവ് കഴിഞ്ഞിട്ടാണോ മുമ്പിലാണോ? നീ എടുക്കുന്ന മുമ്പ് സൺഡേ സ്കൂളിൽ എക്സാം തീരും. നീ ഒരു പ്രാർത്ഥിച്ചിട്ട് അയക്കും കൊച്ചിനെ. ഓക്കെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ആ മോളെ നല്ലതായിട്ട് എഴുതണം കേട്ടോ. ഓക്കെ അമ്മേ. മോളെ നീ പോകുമ്പോൾ ബൈബിൾ എടുക്കണേ. വേണ്ട അമ്മേ, ഞാൻ ഫോൺ ചർച്ചിൽ വെച്ച് ചാൻസ് ചെയ്തോളാം. മോളെ അമ്മ പറയുന്നത് കേക്ക്. ഓ ഡാഡി ഒന്നും പറയണ്ട. ഡാഡി ചർച്ചിൽ ബൈബിൾ കണ്ട ഫോൺ കൊണ്ടുവരിക്കാൻ ഞാൻ കാണാറുള്ളതല്ലേ. കണ്ടോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, കൊച്ചി എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. ചർച്ചിൽ ബൈബിൾ എടുത്തിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ആണ്. എന്നാ സമയമായി, നീ തിരിക്കാൻ നോക്ക്, നമുക്ക് ചർച്ചിൽ പോകേണ്ടതാ. ഷോ അച്ചായ, ഞാനൊന്ന് പറയട്ടെ. എന്താ? പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പാ. ഇനി റെഡിയായൊക്കെ പോകുമ്പോൾ എന്നായാലും കുറേ സമയം എടുക്കും. നമ്മളെ ഇന്ന് ലൈവ് വർഷിപ്പ് കണ്ടാലോ? നല്ല കാര്യമാണ്. എനിക്കും കുറച്ച് ജോലി തീർക്കാൻ പറ്റും. എന്നാ ഞാൻ സൂമിൽ കയറട്ടെ. എന്നാ തുടങ്ങുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണേ. ആ ശരി എന്നാ. അതാ തുടങ്ങി. വാ. ഓക്കെ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. നല്ല ആരാധനയല്ലേ? ആണ്. നീ അതും കുത്തിക്കൊണ്ടിരിക്കുക, ഇവിടെ നോക്ക്. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആമേൻ. എന്നാ നീ കൊച്ചിനെ വിളിക്ക്, അവളെവിടെ ഉണ്ടെന്ന് ചോദിക്ക്. അവക്ക് ടെക്സ്റ്റ് ചെയ്യാം. അയ്യോ നിങ്ങൾ രണ്ടുപേരും എന്തിന് ചർച്ചിൽ വരാഞ്ഞേ? മോളെ അത് അമ്മയുടെ ഒരുക്കല്ലേ, അതുകൊണ്ട് വരാൻ പറ്റില്ലടാ. ഞങ്ങൾ ചർച്ചിൽ എല്ലാരും നിങ്ങളെ ചോദിച്ചു. ആണോ? ആരൊക്കെ ഉണ്ടായിരുന്നു? മിക്ക ആന്റിമാരും ചോദിച്ചു. നിങ്ങൾ എല്ലാരും ഉണ്ടായിരുന്നു. ഷോ അതൊക്കെ പോട്ടെ, നിന്റെ സൺഡേ സ്കൂൾ എനിക്കൊരു ഫോൺ വരുന്നു. സൂപ്പർ, ഞാൻ നല്ല എഴുതിയിട്ടുണ്ട്. മിക്കാരും എനിക്ക് ഫസ്റ്റ് കിട്ടും. എന്റെ അടുത്ത് പുതുതായിട്ട് വന്ന ആന്റിയാന്ന് തോന്നുന്നു. ഫസ്റ്റോ വരുമ്പോ കാണിക്കണേ. കാണിക്കാം. സെക്കൻഡോ? എഴുതിയല്ലോ, എല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ആരാ ചയ? ചർച്ചിൽ നിന്നോ? സൺഡേ സ്കൂളിന്റെ റിസൾട്ട് പറയാനായിരിക്കും. ആണ് വിളിച്ചിരുന്നു. നമ്മുടെ മോൾക്കായിരിക്കും ഫസ്റ്റ്. ഇല്ല, കിട്ടിയില്ല കേട്ടോ. സെക്കൻഡോ? അതും കിട്ടിയില്ല. അവള് പാസ്സായിന്ന് പറഞ്ഞു. അതെങ്ങനെയാ മമ്മി? ഞാൻ എല്ലാം നന്നായിട്ട് എഴുതിയതാ. എല്ലാത്തിനും ഞാൻ ആൻസർ എഴുതിയായിരുന്നു. ആണോ? എന്തൊക്കെ ക്വസ്റ്റ്യനാ ചോദിച്ചേ? അത് യേശുവിന്റെ ജനനം, യേശുവിന്റെ അത്ഭുതങ്ങള് എല്ലാം ഞാൻ നന്നായിട്ട് എഴുതിയതാ. എല്ലാം എഴുതിയിട്ട് നിനക്ക് ഫസ്റ്റ് കിട്ടിയില്ലേ? ഷോ അച്ഛായ, അത് ചോദിച്ചിട്ട് തന്നെ കാര്യം. അച്ഛൻ പാസിനെ വിളിക്ക്. വേണ്ട അമ്മ, എന്തായാലും ഞാൻ അത് പറ്റത്തില്ല. ഈ കളിക്ക് ഞാൻ വരുന്നില്ല. നീ അമ്മയും മോളും പോയി ചോദിച്ചാൽ മതി, ഞാനില്ല. അച്ഛായ, ഇത് നമ്മൾ ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. അച്ഛൻ വാ, നമ്മൾ പാസിനെ വിളിച്ച് ചോദിക്കണം. കൊച്ചി ഇത്രയും പഠിച്ചിട്ട് ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയില്ലെന്ന് വെച്ചാ പാസിനെ വിളിക്ക്. ഞാൻ വിളിക്കാമേ. ലൈൻ പോകുന്നുണ്ടേ. ഹലോ. പ്രൈസ് ലോർഡ് പാസ്റ്റർ, ഞങ്ങളൊന്ന് പാർസനേജിലോട്ട് വന്നോട്ടെ. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ് ബ്രദർ, സിസ്റ്റർ. പ്രൈസ് ലോർഡ്. മോളെല്ലാവരും ഉണ്ടല്ലോ രാവിലെ. എന്തായിരുന്നു, ആരെയും മീറ്റിങ്ങിനൊന്നും കണ്ടില്ലായിരുന്നല്ലോ? ഞങ്ങൾ ഓൺലൈനിൽ കയറിയതാ, സൂമിൽ കയറി പാസ്റ്റർ. പിന്നെ
ഇന്ന് രാവിലെ സൺഡേ സ്കൂൾ എക്സാം ഉണ്ടായിരുന്നു. കൊച്ചിനാണെങ്കിൽ ഫസ്റ്റും കിട്ടിയില്ല, സെക്കൻഡും കിട്ടിയില്ല, ഒരു വിഷമമാണ്. അപ്പം അതിൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, അതിനെ ഓർത്ത് വിഷമിക്കേണ്ട. കാരണം നമ്മുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങുകളൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. പിന്നെ കൂടാതെ ഈ സൺഡേ സ്കൂളിൻ്റെ എക്സാമിൻ്റെ കാര്യത്തെ ഓർത്ത് വറീഡാകേണ്ട കാര്യമില്ല. കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെഡ് ടീച്ചറിനോട് ചോദിച്ച് അത് മനസ്സിലാക്കാം. കാരണം എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നത് ഹെഡ് ടീച്ചറിനാണ്. ബേസിക്കലി എന്തായിരുന്നു നിങ്ങളുടെ കൺസേൺ? അല്ല, കൊച്ചു നല്ലോണം എഴുതി, പക്ഷെ ഫസ്റ്റും കിട്ടിയില്ല, സെക്കൻഡും കിട്ടിയില്ല. അപ്പോൾ അതെന്താണ് നോ ചോദിക്കുന്നത്? വറീസ് നമുക്ക് ജസ്റ്റ് ഞാൻ നമ്മുടെ ഹെഡ് ടീച്ചറിനോടൊന്ന് സംസാരിക്കട്ടെ. നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന്. ഓക്കെ, ഹലോ, ജസ്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ പ്രൈസ് ലോഡ്. ഓക്കെ ജസ്റ്റിസ്റ്റ്, നമ്മുടെ ചർച്ചിലെ സുധം ബ്രദറിന് എന്തൊക്കെയോ കൺസേൺ ഉണ്ട്. കാരണം അലീന മോളുടെ എക്സാം കഴിഞ്ഞായിരുന്നല്ലോ, സൺഡേ സ്കൂളിൻ്റെ എക്സാം കഴിഞ്ഞതിന് ശേഷം അലീന മോൾ പ്രതീക്ഷിച്ച അത്രയും ആ റിസൾട്ട് അവൾക്ക് കിട്ടിയില്ല. അതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ ഒന്ന് ചോദിക്കാൻ വേണ്ടി ഒന്ന് ചർച്ചിൻ്റെ നമ്മുടെ പാസനേജിലോട്ടൊന്ന് വരുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ ഒന്ന് വന്നാട്ടെ. ഓക്കെ, താങ്ക് യു. പ്രൈസ് ലോഡ് സിസ്റ്ററെ, പ്രൈസ് ലോഡ്. എന്തുകൊണ്ട് വിശേഷങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ? എന്താ പ്രത്യേകിച്ച് ഒന്ന് വിളിച്ചത് പാസ്റ്ററെ? ഓക്കെ, ഞാൻ വിളിച്ചത് നമ്മുടെ ചർച്ചിലെ സുധം ബ്രദറും സിസ്റ്ററും കൊച്ചും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ റീസെൻ്റ്ലി നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ എക്സാം കഴിഞ്ഞായിരുന്നല്ലോ. അതെ, ഇന്ന് രാവിലെ കഴിഞ്ഞു. എക്സാം കഴിഞ്ഞതിന് ശേഷം അവരുടെ റിസൾട്ട് വന്നപ്പം അവർ പ്രതീക്ഷിച്ചതുപോലെ അവർക്ക് ആ റിസൾട്ട് കിട്ടിയില്ല. അപ്പം അവർ ശരിക്കും പ്രതീക്ഷിച്ചിരുന്നത് ഫസ്റ്റ് പ്രൈസ് ആയിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അതെ, അത് കുഴപ്പമില്ല. നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഒരു റീവാലുവേഷൻ ചെയ്യാം. ആക്ച്വലി അലീനേനെ 2 ടീച്ചേഴ്സാണ് പഠിപ്പിക്കുന്നത്. അന്നേരം ഞാൻ അവരെ ഒന്ന് വിളിച്ചിട്ട് ഒരു റീടേക്ക് ചെയ്യാൻ പറയാം. കുഴപ്പമൊന്നുമില്ലല്ലോ? നോ പ്രോബ്ലം. കാരണം സിസ്റ്റർ കാണല്ലോ എന്നെക്കാളിലും കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഫോർമാലിറ്റീസ് അറിയാവുന്നത്. ഓക്കെ, ഫൈൻ. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താട്ടെ, ടീച്ചേഴ്സിനെയും അവരെല്ലാവരോടും ഒന്ന് കൂട്ടിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് നിൽക്കട്ടോ? താങ്ക് യു. ഹലോ, പ്രൈസ് ലോർഡ് സിസ്റ്റർ, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഒന്ന് പാസ്റ്റനേജിനോട്ട് വരാമോ? നമുക്ക് ഇന്ന് രാവിലെ നടന്ന ആ എക്സാമിനെ കുറിച്ച് ഒരു ചെറിയൊരു ഡിസ്കഷൻ വേണമായിരുന്നു. വരുമ്പോഴേ നമ്മുടെ ലിതിയൽ സിസ്റ്ററേയും കൂടെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരണേ. ഓക്കെ, എന്നാൽ ശരി, എന്നാൽ കാണാമേ. ഓക്കെ, ബൈ. താങ്ക് യു. സോറി, നിങ്ങളെ ഉച്ച കഴിഞ്ഞ് വിളിപ്പിച്ചതില്ല. ഇന്ന് രാവിലെ നമ്മുടെ എക്സാം നടന്നില്ലേ? ആ എക്സാമിൽ നമ്മുടെ അലീനയില്ലേ, ആ കൊച്ചിൻ്റെ പേരൻസ് പാസ്റ്റർ അടുത്ത് കുറച്ച് കൺസേൺസ് റേസ് ചെയ്തു. അവർ ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നത് ഫസ്റ്റാണ്. പെങ്കുച്ചും പറയുന്നത് അവളെല്ലാം എഴുതിയിട്ടുണ്ടെന്ന്. അന്നേരം നമുക്കതൊന്ന് റീടേക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ, എന്നാൽ അവരെന്നാ പേരൻസ് അവരിപ്പം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ ഓക്കെ, താങ്ക് യു. പ്രൈസിലടക്കെ അങ്ങ് കൈയിരിക്കട്ടെ. എന്തുകൊണ്ടാണ് എൻ്റെ കൊച്ചിന് ഫസ്റ്റ് സെക്കൻഡും കിട്ടാത്തതെന്ന് അന്വേഷിക്കാൻ വന്നതാ. സിസ്റ്റർ എന്താ ഇത്രയും ചൂടാകുന്നത്? എന്ത് പറ്റി സിസ്റ്ററിന്? മാഡം, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നോട്ടിംഗ്ഹാമിൽ ഒത്തിരി ചർച്ചകളുള്ളതാ. എന്നിട്ട് ഞങ്ങൾ എന്തിനാണ് ഈ GP-യിലോട്ട് കയറി വരുന്നത്? ഇവിടെ ഒരു സൺഡേ സ്കൂൾ ഉള്ളതല്ലേ. ആ കൊച്ചിനാണെങ്കിൽ ഞങ്ങൾ റെഗുലറായിട്ട് സൺഡേ സ്കൂൾ വിടുന്നുണ്ട്. അവളാണെങ്കിൽ നല്ലോണം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് കിട്ടിയില്ലെന്ന് വെച്ചാൽ ഇതിനൊരു കാര്യം നോക്കണമല്ലോ. ബ്രദറെ, ക്ഷമിക്കുക, സമാധാനിക്കുക. നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ കൊച്ചിന് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഒരു റീടേക്ക് ചെയ്യാം. അതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കുവാണെങ്കിൽ ടീച്ചേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് അലീനയുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, നിങ്ങൾ ഇങ്ങോട്ട് വന്നോ സിസ്റ്റേഴ്സ്. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതിയാണോ സിസ്റ്റർ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. അലീന മോളെ, നീ ഓക്കെ അല്ലേ ആൻസർ ചെയ്യാനായിട്ട്? ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. എരിഹോ മതിൽ തകർത്തത് ആരാണ്? അയ്യോ, അത് ഞാനല്ല. അതാ സാമങ്ങളുടെ മോൻ ജോസും സ്റ്റീവങ്ങളുടെ മോനൊക്കെയാ. മതിലിന് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? എന്റെ മോൾ എന്താ ബുൾഡോസറാണോ മതിൽ തകർക്കാനായിട്ട്? അത് ശരിയാ. ഞങ്ങളെ ലാസ്റ്റ് ഇയർ വെക്കേഷൻ പോയതൊക്കെ സത്യമാ. പക്ഷെ പോയത് ചൈന മതിലിലോട്ടാ. ഈ പറഞ്ഞ മതിലിന്റെ അടുത്തോട്ടേ ഞങ്ങൾ പോയിട്ടില്ല. സിസ്റ്ററെ, സൂസി സിസ്റ്റർ, ഞങ്ങളെ
നിങ്ങൾ കഴിഞ്ഞ വർഷം വെക്കേഷന് പോയ കാര്യമല്ല സിസ്റ്ററെ ഞങ്ങൾ ചോദിച്ചത്. സൺഡേ സ്കൂൾ സിലബസിൽ പഠിപ്പിച്ച കാര്യമാണ് അലീനയോട് ഞങ്ങൾ ചോദിക്കുന്നത്. അതിൻ്റെ ഉത്തരമാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. നെക്സ്റ്റ് ചോദ്യമാണ്, യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ആരാണ് ആദ്യമായി പറഞ്ഞത്? അത് മറിയ. കറക്റ്റ് അല്ലേ? മറിയല്ലേ ഗർഭവതിയായത്? വിദ്വാൻമാരാണോ ടീച്ചറെ? എന്തായാലും അതിനൊക്കെ ഞങ്ങൾ ഇച്ചിരി മാർക്ക്, ഒരു അരമാർക്ക് കൊടുത്തേക്കാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ, വിദ്വാൻമാർ യേശുവിന് എന്തെല്ലാമാണ് കാഴ്ചകൾ അർപ്പിച്ചത്? അതെനിക്കറിയാം. അത് ജോൺസൺസ് ബേബി ബാത്ത്, ജോൺസൺസ് ബേബി പൗഡർ, 2 ഉടുപ്പ്, ഒരു ചെറിയ ടോയും. മോളെ ഇതെന്തുവാ നീ എഴുതി വെച്ചിരിക്കുന്നേ? പിന്നെ മമ്മിയിൽ എന്നെ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ ഫാമിലി ഫ്രണ്ട്സിന്റെ കൊച്ചുങ്ങൾക്ക് അതാ മേടിച്ചു കൊടുക്കുന്നേന്ന്. കൊച്ചെന്തൊക്കെയാ എഴുതി വെച്ചിരിക്കുന്നേ? ഇത് കുഴപ്പമില്ല, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, 2-3 ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കാവേ. യേശു പാപം ക്ഷമിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതാദ്യം പാപം ചെയ്യണം. കറക്റ്റ് അല്ലേ? നമ്മൾ പാവം ചെയ്തതല്ലേ കർത്താവ് ക്ഷമിക്കത്തുള്ളൂ. എൻ്റെ ദൈവമേ, കേട്ടെടുത്തോളം. നിങ്ങൾ രണ്ടുപേരും അടുത്ത ആഴ്ച അലീനയുടെ കൂടെ സൺഡേ സ്കൂളിന് വരണേ പ്ലീസ്. ശരി, ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതൊരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ അലീന മോളിൽ എഴുതിയിട്ടുണ്ട്, കുറേ പേജുകളുണ്ട്. ക്വസ്റ്റ്യൻ വായിക്കുവാണേ, യേശുവിൻ്റെ ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ച് എഴുതുക. എന്താണ് ചോദ്യം? ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ 2 പേജ് എഴുതിയിട്ടുണ്ട്. എൻ്റെ മോളല്ലേ നല്ലോണം എഴുതി കാണും. അതിപ്പോൾ ഇച്ചിരി വലിയതായതുകൊണ്ട് നമ്മൾ ഹെഡ് ടീച്ചർ തന്നെ വായിച്ച് ഏൽപ്പിക്കുവേ. ഓക്കെ. ഈ പേപ്പറാണോ? അതെ. ഓക്കെ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ചോദിക്കുകയാണ് അലീനയ്ക്ക്. ഇത് ബിക്കോസ് ഇത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരുന്നു. യേശുവിൻ്റെ ഒരു ഉപമയോ അത്ഭുത പ്രവൃത്തിയോ വിവരിച്ചെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അലീന എഴുതിയ ആൻസർ വായിക്കുവാണ്. യെരുശലേമിൽ നിന്നും എരിഹോവിലേക്കൊരു മനുഷ്യൻ പോകുകയായിരുന്നു. വഴിയിൽ വെച്ച് കൊള്ളക്കാർ അവനെ ആക്രമിച്ചു. അവർ അവനെ നിർഭയം മർദ്ദിച്ചു, ഡിഷും കഷ്ണമാക്കി അവിടെ എറിഞ്ഞു. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് കിളികൾ കൊത്തിക്കൊണ്ടുപോയി. ശേഷിച്ചത് 12 കൊട്ട നിറച്ചിരുന്നു. അതിൽ ഒരു കൊട്ട ഇസ്കറിയോത്ത യൂദ കൊണ്ടുപോയി ദൈവാലയത്തിൽ കാളകളെയും ആടുകളെയും വിൽക്കുന്നിടത്ത് 30 വെള്ളിക്കാശിന് വിറ്റുകളഞ്ഞു. പ്രിയ മാതാപിതാക്കളെ, ഈ എഴുതിയ ആൻസറിന് എന്ത് മാർക്കാണ് ഈ ടീച്ചേഴ്സ് കൊടുക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. ഇതിനാണ് ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇങ്ങോട്ട് വരരുതെന്ന്. മതിയായോ നിങ്ങൾക്ക്? എന്ത് പറയുവാനാ? ഇതൊക്കെ പിന്നെ ഒരു ഭയങ്കര പൈശാചിക പോരാട്ടം വന്നേ. ഞങ്ങൾ ഈ കൊച്ചിനെ സൺഡേ സ്കൂളിലാണെന്ന് പറഞ്ഞ് ചർച്ചിൽ കൊണ്ടാക്കും. ഈ കൊച്ച് ശരിക്ക് പഠിക്കാതെ ഉഴപ്പി നടക്കും. വീട്ടിലാണെങ്കിലോ ബൈബിള് കൈ കൊണ്ടും തൊടത്തില്ല. ഏത് സമയം ആ ഫോണും കുത്തി അവിടെ ഇരിക്കും. ഇത് മാതാപിതാക്കളായ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. നിങ്ങളെ എല്ലാവരും സഭയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചേക്കാം. I just want to share the message of the small sketch you watched based on Proverbs chapter 22 verses 6. It states, "Train up a child in the way he should go, and when he is old, he will not depart from it." We as a parent, given the privilege of being a stewards of our children for very short time in this earth, the Bible says, "Behold, children are a heritage from the Lord, and the fruit of the womb is his reward." However, the teaching and training we provided are eternal. To train up a child means we have to mold a child into shape by discipline and practices. Sunday school plays a crucial role in the spiritual development of our children. They provide a foundation for understanding the Bible and Christian teachings. The greatest thing we as parents can do today is training up our children in the way they should go, and it has to focus our own relationship with God. As we keep that relationship first in our lives by teachings and blessings, which means the heart of gospel will spill over into our children. Therefore, we should be role model to our children. Sunday school plays a huge role in modeling our children evangelism, discipleship, fellowship, ministry, and worship. The church ministry also creates a space for children to spend time learning about God
upright moral standards and get closer to people who follow the Lord. It can help children to stay grounded, avoid falling into bad habits, and guide them throughout their childhood. The Bible says about the role of a teacher is to help others grow in their faith, develop a deeper understanding of the Bible and Christian principles, and live out the teachings of Jesus in their daily lives. Dear parents, thank you for bringing your children to church, and please encourage children to attend the Sunday school regularly. We know sometimes it is hard, but thank you for what you do. And please remember, you are a vital part of the GPA community gathered in worship. God bless you all.